നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, നമ്മൾ അംഗീകരിക്കുക, അത്രേ ഉള്ളൂ. പ്രതീക്ഷയുണ്ട്. ലാലേട്ടൻ തകർക്കും, അഴിഞ്ഞാട്ടമായിരിക്കും. മാസ് മസാല പടം കാണാൻ. നോ ലോജിക്. പ്രതീക്ഷയൊന്നും ഇല്ല, കാണുക, കണ്ട ശേഷമാണല്ലോ. കുറെ പേര് ഇതിനെ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് അവരുടെ ഓരോരുത്തരുടെ താല്പര്യം. നമുക്ക് നമ്മളെ സിനിമനെ ഇഷ്ടം. നമുക്ക് സിനിമ എങ്ങനെയാണ്? ദിലീപിനെ കാണാനാണോ അത് ലാലേട്ടനെ കാണാൻ? ലാലേട്ടനിലാണ് പ്രതീക്ഷ. ഒരു സിനിമ ഇങ്ങനെ ബഹിഷ്കരിക്കുന്നത് ശരിയാണ്? ബഹിഷ്കരിക്കുമല്ലോ കുറെ പേര് ഇല്ല. സിനിമ വേറെ അവരുടെ ഇത് BMC തന്നെ ഓൾറെഡി എമ്പുരാൻ കഴിഞ്ഞോ പിന്നെ അത് കഴിഞ്ഞോ ഏതാണ്ട് റെക്കോർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ബഹിഷ്കരണത്തിന് ഒരു കാര്യമില്ല. ബൈക്കോട്ട് വരാൻ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്കത് ഈ പാർട്ട് ഓഫ് പ്രൊമോഷൻ തോന്നുന്നു. മറ്റേ പറക്കും തളി അതിനകത്ത് ബസ്സിനകത്ത് ഇട്ടിട്ട് വരെ സീനായല്ലോ. അത് ഓരോരുത്തരുടെ വ്യക്തികളുടെ അല്ലേ, നമ്മളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കേസും ഇതുമായിട്ട് കൂട്ടി. സിനിമ വേറെ, സിനിമ എത്ര പേര് അധ്വാനിക്കുന്ന കാര്യം. ഈ സിനിമയിൽ തന്നെ നല്ല നല്ല ബഡ്ജറ്റുള്ള സിനിമയല്ലേ, എത്ര പേര് നമ്മുടെ കൂട്ടുകാരെ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് പൈസ കിട്ടുന്നില്ല, അതിന്റെ വഴിയാണ്. ചേട്ടനും അത് തന്നെയാണോ? രണ്ടുപേരിലും പ്രതീക്ഷ. ലാലേട്ടനാണോ? എന്താണ് രാവിലെ ലാലേട്ടനിലാണോ ദിലീപേട്ടനാണോ? രണ്ടുപേരിലും ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് ആണ്. അത് തന്നെ കാണാനാണ് വന്നത്. അതെ അതെ അതെ. പാട്ടൊക്കെ ഇറങ്ങിയത്. പാട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. ലിറിക്സിനൊക്കെ പറ്റി എനിക്ക് പിന്നെ കേട്ട രസം തോന്നി. ആദ്യം ഒന്ന് ബുദ്ധിമുട്ടായത്, പിന്നെ കേട്ടപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. ഒരു ഡാൻസ് കളിക്കാനുള്ള മാസ് ഐറ്റം പിന്നെ കാണും. എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല ഇപ്പോൾ. എന്നാലും അങ്ങനെയല്ല, പടം കണ്ടിട്ടേ ഉള്ളൂ. ഒരു പക്ക മാസ് മസാല മൂവി ലോജിക്കില്ല. അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല, പടം കണ്ടിട്ടേ പറയാൻ പറ്റും. എന്താണ് പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്, കുഴപ്പമില്ല. ഇത്രയും പ്രതിസന്ധികളിൽ നിന്ന് വന്ന ഒരു സിനിമയല്ലേ, രാമലീല പോലെ തന്നെ ഹിറ്റാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ആ ഒരു ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. നല്ല ടെക്നീഷ്യന്മാരാണ് എല്ലാവരും. പിന്നെ നൂറിൻ്റെ കഥ, അവരുടെ ഫാമിലി ചേർന്നിരുന്ന കഥ, അതിനകത്ത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ നിങ്ങളോട് തന്നെ പറയാനുള്ളത്, ഇത് ലോജിക്കില്ല എന്നുള്ളൊരു കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും വലിച്ചു കീറാതിരിക്കുക. 8.5 വർഷം പോയൊരു മനുഷ്യനാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യുക. പടം നന്നാകട്ടെ. മലയാളം ഇൻഡസ്ട്രി എപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റുന്നൊരു സിനിമയാകട്ടെ. മാസ് മസാല എന്റർടൈൻമെന്റ് ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും. വിത്തൗട്ട് ലോജിക് അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണോ അതിനപ്പുറത്തേക്ക് വരിക, അത്രേ ഉള്ളൂ. പാട്ടിനെ കുറിച്ച് പാട്ട് എല്ലാവരും ഇപ്പോഴും നിങ്ങളൊക്കെ തന്നെ അതിനകത്ത് കീറി മുറിച്ചിട്ടില്ലേ. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. ഒരാളുടെ കഴിവല്ലേ അത്, എഴുതുന്ന ആരായാലും മ്യൂസിക് ചെയ്യുന്ന ആരായാലും കഴിവാണ്. നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, നമ്മൾ അംഗീകരിക്കുക, അത്രേ ഉള്ളൂ.